മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. വിഷുവിന്റെ അന്ന് എനിക്കും അമ്മയ്ക്കും മോളുടെ മുഖം കാണാനാണ് ഇഷ്ടം. വിഷുക്കണി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയാലും ഞാൻ ആദ്യം നോക്കുന്നത് മോളുടെ മുഖത്തേക്കായിരിക്കും. അതൊരു ശീലമായിപ്പോയി. നാളെ അവൻ കാഴ്ച കാണാൻ പോണതേ ജാതകത്തിന് പോലും പേരുദോഷം ഉണ്ടാക്കിയ ഒരുത്തിയല്ലേ. അവളുടെ എല്ലാ ദോഷങ്ങളും അവനും കൂടെ പകർന്നു കിട്ടിക്കോളും. ഇന്ന് അവളുടെ കയ്യിൽ വിഷുക്കോടി എത്തണം. എടാ മോനെ, നാളെ അവൾ അമ്പലത്തിലോട്ടായാലും അവളുടെ വീട്ടിലോട്ടായാലും നീ എടുത്തു കൊടുത്ത വിഷുക്കോടി ഉടുത്ത് വേണം പോവാൻ. ഓ, എത്തിയോ? മേഘൻ സാറ് കെട്ടാൻ പോണ പെണ്ണ് അടിപൊളിയാണല്ലോ. താനെന്താടോ ഇങ്ങനെ നോക്കുന്നേ? അല്ല, അത് പിന്നെ മേഡത്തെയും കണ്ണൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മാഡത്തെയും കണ്ണൻ സാറിനെയോ അതോ മാഡത്തെ മാത്രോ? മേഡത്തെ മാത്രമാ, പക്ഷേ അത് പറയാൻ പറ്റില്ലല്ലോ. എന്താ താൻ ആലോചിക്കുന്നത്? ആരാ മഞ്ജു? ആഹാ, സാഗറായിരുന്നോ? എന്താ സാഗറെ? സാർ, മേഡം നാളെ വിഷു അല്ലേ, ഒന്നും തോന്നരുത്. ഞാൻ മേഡത്തിനും സാറിനും വിഷുക്കോടി വാങ്ങിയായിരുന്നു. എന്തിനാ സാഗർ ഇങ്ങനെ പൈസ കളയുന്നേ? സാഗർ സന്തോഷത്തോടെ കൊണ്ടുവന്നല്ലേ, അത് പിന്നെ വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല. വാങ്ങിച്ചോളൂ. ഞങ്ങൾക്ക് വിഷുക്കോടിയായിട്ട് വന്നതല്ലേ, കൈനീട്ടത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് പോരെ. കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങാം. ഏയ്, എന്റെ വേണ്ട, പറഞ്ഞ ആള് തന്നെ കൈനീട്ടം തരും. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശരി, നാളെ രാവിലെ തന്നെ ഞാൻ വരാം. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാൻ സാഗറെ. അയ്യോ വേണ്ട മേഡം, ഞാൻ പോട്ടെ. ശരി ശരി സാർ. അയാളെ ഏട്ടത്തിക്കാ സാരിയും കൊണ്ട് വന്നത്. പിന്നെ സംശയിച്ചാലോ എന്ന് കരുതി കണ്ണേട്ടിനും കൂടി ഡ്രസ്സ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. നീ അമ്മയെ പോലെ തുടങ്ങല്ലേ മഞ്ജു, അങ്ങനെ തുടങ്ങിയ നിനക്ക് തന്നെ നഷ്ടം സംഭവിക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും കണ്ണേട്ടന്റെ ഇഷ്ടം. കണ്ണേട്ടാ, എല്ലാരും സാഗറിന്റെ കാര്യം പറഞ്ഞെന്നെ കുറ്റപ്പെടുത്തുക. സാഗറിനെ ഒരുപാട് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലെ. നമ്മൾ വിശ്വസിക്കുന്നവരെ ഒരിക്കലും സംശയിക്കരുത്. അവനിതുവരെ തന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. അങ്ങനെയുള്ളിടത്തോളം കാലം താൻ മറ്റുള്ളവരുടെ വാക്കേട്ട് നല്ലൊരു പയ്യനെ തള്ളി പറയരുത്. എനിക്ക് കണ്ണേട്ടന്റെ വാക്ക് മാത്രം കേട്ടാ മതി. അതുകൊണ്ടാ ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യാക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡ്രൈവർമാരെല്ലാം ആണുങ്ങളാ, അതും ചെറുപ്പക്കാരായ ആണുങ്ങള്. ഇവിടെ സാഗർ ഡ്രൈവറല്ല, നമ്മുടെ സ്റ്റാഫാണ്. അവൻ അതിനപ്പുറം സേവനം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെയുള്ളവനെ സംശയിച്ച് നമ്മൾ മാറ്റി നിർത്തിയ അവനത് അറിഞ്ഞ പിന്നെ എന്തുമാത്രം വേദനിക്കുന്നു താനെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ വെറുക്കുന്നവരെ പോലും താൻ വേദനിപ്പിക്കുന്നില്ല. അപ്പൊ സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്തിയാലോ? അതുകൊണ്ടാ ഞാൻ സാഗറിനൊപ്പം എല്ലായിടത്തും പോകുന്നേ. നമുക്ക് ഇവിടെ ആരും വിഷുക്കോടി തന്നിട്ടില്ല, നമുക്കതിന്റെ ആവശ്യമില്ല. പക്ഷേ അവൻ കൃത്യമായിട്ട് നമുക്ക് വിഷുക്കോടി എത്തിച്ചു. അങ്ങനെയുള്ളവൻ നാളെ ഇവിടെ വരുമ്പോ അവൻ സന്തോഷത്തോടെ വിഷു കൈനീട്ടം കൊടുക്കുക വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കേട്ട് അവനെ തള്ളിക്കളയല്ല വേണ്ടത്. മനസ്സിലായത് എനിക്ക്? ഇതൊന്നും ഒരുക്കി മോൾക്ക് ശീലമില്ലല്ലോ. എല്ലാ വർഷവും അവളും അവിടെ അമ്മയും കൂടെ അല്ലേ ഇതൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നേ. ഇത്തവണ മോള് തന്നെ മുന്നിൽ നിന്ന് ഇതെല്ലാം ഒരുക്കുന്നത് കൊണ്ട് എല്ലാ നന്മയും എന്റെ മോൾക്ക് കിട്ടും.
അങ്ങനെ നന്മയുണ്ടാവണമെങ്കിൽ ആ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം അവിടുത്തെ പൂജാമുറിന്ന് പോണം മുത്തശ്ശി. അതെല്ലാം മോൾ എടുത്ത് കളഞ്ഞതല്ലേ, പിന്നെ അത് തിരിച്ചു വന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ തിരിച്ചു വന്നോന്നാ ഞാൻ ആലോചിക്കുന്നെ. ഉണ്ണിയേട്ടനും അതിൽ അത്ഭുതമുണ്ട്. കവറിലാക്കി അയ്യപ്പ വിഗ്രഹം എറിഞ്ഞപ്പോ അത് വെള്ളത്തിൽ വീണിട്ട് കുമിളയും മുകളിലോട്ട് പൊങ്ങിയതാ. എന്നുവെച്ചാ എവിടെയും തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതെങ്ങനെ തിരിച്ചു വന്നോന്ന് അറിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അത് വെറും ഒരു വിഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിന് ചെറിയ ജീവനുണ്ട്. ആ ജീവനാണ് നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെയല്ലേ മുത്തശ്ശി വെക്കേണ്ടേ? ആ എല്ലാ തവണയും ഞങ്ങളാ ഇതൊരുക്കുന്നത്. ഇത്തവണ അതെല്ലാം അങ്ങ് ഒരാൾ സ്വയം ഏറ്റെടുക്കുക. ഞാൻ ഏറ്റെടുത്തൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടാം. എന്നോട് കണ്ണേട്ടനാ പറഞ്ഞത് ഇത്തവണ വിഷുക്കണി ഞാൻ ഒരുക്കാ മതിയെന്ന്. അങ്ങനെ പറഞ്ഞതൊന്നുമല്ല, നീ പറയിപ്പിച്ചതാ. പറയിപ്പിച്ചതല്ല. ഞാൻ ഇയാളോട് പറഞ്ഞത് ഇത്തവണത്തെ വിഷുക്കണി ഇയാൾ ഒരുക്കിയാൽ മതിയെന്ന്. ഇത് എന്റെ വീടാ, അതായത് എന്റെ പേരിലുള്ള വീട്. അപ്പൊ ഇവിടെ വിഷുക്കണി ഒരുക്കേണ്ടത് എന്റെ ഭാര്യയാ. എടാ, ഞാൻ അമ്മയും ഇവള് നിന്റെ പെങ്ങളുമാണ്. പക്ഷെ അമ്മയും പെങ്ങളും ആ സ്ഥാനത്ത് നിൽക്കുന്നില്ല. അമ്മ എന്റെ രണ്ടാനമ്മയാണെങ്കിലും എനിക്ക് രണ്ടാം സ്ഥാനമല്ലേ തന്നിട്ടുള്ളൂ. ഞാനൊരു അമ്മയുടെ സ്ഥാനം തന്ന് അമ്മയെ സ്നേഹിക്കുമ്പോ അതിനെ അതേ തൂക്കത്തില് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മയും അച്ഛനും പോയ ശേഷം അതേ അളവിലും തൂക്കത്തിലും എനിക്ക് സ്നേഹം തരുന്നത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇനി എല്ലാ വർഷവും ഇവിടെ വിഷുക്കണി ഒരുക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവൾക്കൊപ്പം കൂടാം. അല്ലാതെ ഇവള് മാറി നിൽക്കണമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അയ്യോ, ഞങ്ങള് കൂടുന്നില്ലേ? ഞങ്ങള് കാഴ്ചക്കാരായിട്ട് ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. നിങ്ങൾ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലൊരു വിഷുക്കണി ഇതുവരെ ഈ വീടിനകത്ത് ഒരുക്കിയിട്ടുണ്ടോ? ഇത്രയും സമ്പന്നമായൊരു വിഷുക്കണി ഏതെങ്കിലും വർഷം കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ വെച്ച ശേഷം ഇല്ലെന്ന് തന്നെ പറയാം. ഈ വിഷുക്കണി ഒരുക്കുന്ന ഭംഗിയൊക്കെ ഏട്ടത്തിയുടെ മനസ്സിലുണ്ടായിരുന്നാ മതിയായിരുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്റെ മനസ്സിലെ മാറാലെ പെട്ടെന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ നാളെ നീ അമ്മാവന്റെ ആണെങ്കിലും ആ വീട്ടിലേക്ക് മരുമകളായി പോകേണ്ടതാ. ആ സമയത്ത് സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ മുറച്ചെറുക്കനാണെങ്കിലും മേഘനാഥൻ എന്നെപ്പോലെ സഹനശക്തിയും ക്ഷമയും ഇല്ലാത്ത കൂട്ടത്തില. ഇഷ്ടപ്പെടാത്ത ചെയ്താ നിന്റെ കാരണം കരുവാളിക്കുന്നത് നിന്നെ പുന്നാരിച്ചു വളർത്തിയ നിന്റെ അമ്മയ്ക്ക് കാണേണ്ടി വരും. നീ ഇങ്ങോട്ട് വന്നേ.
ഇവിടെ നിന്ന് കഴിഞ്ഞാ ഒന്നും രണ്ടും പറഞ്ഞ നാളത്തെ വിഷു ഇല്ലാതായി പോവും. അതുകൊണ്ട് വാ. എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കത്തെയാണ് കുഴപ്പം. അവരെന്തെങ്കിലും പറയുമ്പോൾ തനിക്കെന്താ തിരിച്ചു പറഞ്ഞാല്? അതുകൊണ്ടാ സാഗറിനൊപ്പം പോകുമ്പോ അവരോരോ കഥകൾ ഉണ്ടാക്കി പറയുന്നത്. അവരിങ്ങനെ പോകുന്നതിന് വിമർശിക്കുമ്പോ എനിക്കിഷ്ടമുണ്ടായിട്ടാ പോകുന്നതെന്ന് തനിക്കെന്താ പറഞ്ഞാല്? അതിനു പകരം എല്ലാവരും വിമർശിക്കുമ്പോ അങ്ങനെ പോകുന്നത് ശരിയാണോന്ന് എന്നോട് ചോദിക്കുന്നു. ആ ചോദ്യ സകല പ്രശ്നത്തിനും കാരണം. എന്റെ ഭർത്താവിന് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ ആർക്കൊപ്പം സഞ്ചരിക്കുന്ന താനങ്ങ് പറയണം. അതോടെ നാവടക്കേണ്ടവര് നാവടക്കിങ് ഇരുന്നോളും. ഒരിക്കൽ ആഹാ, എല്ലാം ക്യാമറയിൽ പകർത്താണോ? ഇതൊക്കെ എപ്പോഴെങ്കിലും എടുത്ത് കാണാമല്ലോ, അതൊരു സുഖമല്ലേ? ഇതിലൊഴിക്കട്ടെ. ആ എന്താടാ കുറെ നേരമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ്, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ആ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമം മഹാലക്ഷ്മിക്കുണ്ട്, അതുപോലെ തന്നെ കണ്ണനും. എടാ, കണ്ണന്റെ വിഷമം കുഞ്ഞുങ്ങളില്ലാത്തോണ്ടല്ല, കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് ലക്ഷ്മി ചാടിപ്പോകുമോ എന്നുള്ളതാ. അത് ശരിയാ. അങ്ങനെങ്കിലേ അവള് ചാടി പോണം. അതിന് പറ്റിയ സാഹചര്യം അവിടെ ഉണ്ടാവണം. എന്ന് വെച്ചാ അവളുടെ ആ ആഗ്രഹത്തെ ആളിക്കത്തിക്കിടന്നാ ഞാൻ പറഞ്ഞേ. അതിനെന്താ മാർഗം? അതൊക്കെ ഉണ്ട്. ഞാനും കണ്ണന്റെ അമ്മാനോട് ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നാളെ രാവിലെ തന്നെ അവിടെ നടപ്പിലാവും. എന്താന്ന് വെച്ചാ പറ അച്ഛാ. അന്ന് ആ കാർ ആക്സിഡന്റില് കണ്ണച്ചാരി തീർന്നു എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാതെ. ഇല്ല, ആരാ ഈ നേരത്ത്? ആരോ ബെല്ലടിച്ചല്ലോ. ആ, അതാരോ ആയിക്കോട്ടെ. കണ്ണേട്ടൻ കണ്ണു തുറക്കല്ലേ. ഈ വർഷത്തെ എന്റെ വിഷുക്കണി ഈ താലിയ.
കണ്ണേട്ടാ, ഉം, കണ്ണടച്ചേനെ കിടക്കണേ. ഉം. കണ്ണ് തുറക്കരുത് കേട്ടോ. ഉം. വാ, എണീക്കാം. ആ, സൂക്ഷിച്ച്. താൻ കണ്ണുറന്നിട്ട് എന്നെ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോകണം. കണ്ണേട്ടൻ കെട്ടിത്തന്ന ഈ താലിയ ഈ വർഷത്തെ വിഷുക്കണി. അത് കൊള്ളാലോ. ഒന്നും പറയണ്ട, അനുസരണയുള്ള കുട്ടിയെ പോലെ കണ്ണടച്ചിരുന്നാ മതി. ഓ, കണ്ണ് തുറക്കാനുള്ള സമയമാവുമ്പോ ഞാൻ പറഞ്ഞോളാം. കണ്ണ് തുറക്കല്ലേ. ഉം. ഇനി കണ്ണോർന്നോ കണ്ണേട്ടാ. എത്ര നാളായി ഇതുപോലെ ഒരു കണി കണ്ടിട്ട്. രാവിലെ വിഷുക്കണി കണ്ടിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയത് മിന്നായം പോലെ ഒരു ഓർമ്മയുണ്ട്. അത് ഇപ്പൊ തന്റെ മുഖത്തേക്ക് നോക്കുന്നേ. തുറക്ക്. ആരാ കണ്ണാ ബെല്ലടിച്ചത്? അറിയില്ല, ഞങ്ങളും അത് കേട്ടാ ഉണന്നേ.
ആരോ ഞങ്ങളെ ഉണർത്താൻ വേണ്ടി ചെയ്തെന്നാ കരുതി. എന്ത് ചെയ്യാനാ, ബെല്ലടി കേട്ട് കണ്ണു തുറന്നു. കറങ്ങുന്ന ഫാനാ കണി കണ്ടത്. അയ്യോ ആരെ പുറത്തു നോക്ക്. ശരി കണ്ണേട്ടാ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.